ഹലോ നമസ്കാരം. 5 സെന്റ് സ്ഥലത്ത് ഫുൾ പ്ലാനിങ്ങോട് കൂടി മോഡേൺ സ്റ്റൈലിൽ നിർമ്മിച്ച പുതിയൊരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വെൽക്കം ടു പ്ലാൻ ആൻഡ് ട്രാവൽ. ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ അവണിശ്ശേരി എന്ന സ്ഥലത്താണ്. ഇവിടെ പ്രകാശ് ആതിര ദമ്പതികളും അവരുടെ കുടുംബത്തിനും വേണ്ടി ഈ അടുത്ത് നിർമ്മാണം പൂർത്തീകരിച്ച അവരുടെ സ്വപ്ന വീടിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. 5 സെന്റ് സ്ഥലത്ത് 2 നിലകളിലുമായിട്ട് 1500 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ വിസ്തീർണം. ഈ ഒരു വീട് ഡിസൈൻ ചെയ്തതും നിർമ്മിച്ചതും കണ്ടംപററി സ്റ്റൈലിലായിരുന്നു. അതിനുശേഷം ഒരു ട്രസ് റൂഫ് കൊടുത്തത് തികച്ചും മോഡേൺ സ്റ്റൈലിലേക്ക് ഈ ഒരു വീടിന്റെ രൂപം മാറ്റിയെടുത്തു. സാധാരണയായിട്ട് നല്ല രീതിയിൽ ഡിസൈൻ ചെയ്ത് വീടൊക്കെ നിർമ്മിച്ചതിന് ശേഷം ട്രസ് റൂഫ് കൊടുക്കുമ്പോൾ അപാകതയാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു വീടിന് ഈ ഒരു റൂഫ് കണ്ടംപററി സ്റ്റൈലിൽ നിന്നും മോഡേൺ സ്റ്റൈലിലേക്ക് രൂപം മാറ്റാൻ സഹായിച്ചു. അതുകൊണ്ട് തന്നെ എലിവേഷൻ കൂടുതൽ ഭംഗിയാവുകയാണ് ചെയ്തത്. എക്സ്റ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ വൈറ്റ് ആണ് ന്യൂട്രൽ കളറിലായിട്ട് കൊടുത്തിരിക്കുന്നത്. കൂടാതെ പല ഏരിയകളിലായിട്ട് ഗ്രേ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് യെല്ലോ ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബാൽക്കണിയുടെ റൂഫായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. എലിവേഷന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചില ഏരിയയിൽ ഗ്രൂവ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസ് എല്ലാം സ്റ്റീലിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റും ഗ്രേയും കോമ്പിനേഷനും അതിനിടയിൽ യെല്ലോ ടെക്സ്ചറും വന്നപ്പോൾ ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയറിന് ഒരു പ്രത്യേക ഭംഗി തന്നെയാണുള്ളത്. ഈ ഒരു ഭാഗത്തെ ഡിസൈൻ നിങ്ങൾ കണ്ടോ? ഇതിന് പുറകിലായിട്ട് ബെഡ്റൂമുകളുടെ ടോയ്ലറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വെന്റിലേഷൻസ് എല്ലാം ഫ്രണ്ടിലേക്കാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് GI പൈപ്പ് കൊണ്ടാണ് ഈ ഒരു ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഗേറ്റിന്റെ ഒരു ഡോറ് തുറക്കുന്നതായിട്ടും ബാക്കിയുള്ള ഭാഗം സ്ലൈഡിംഗ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗേറ്റ് കയറി ചെല്ലുന്നത് കാർ പോർച്ചിലേക്കാണ്. ഫ്ലോറിൽ സാന്തൂർ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും മിക്സ് ചെയ്ത് വിരിച്ചിരിക്കുന്നു. ഇതൊരു ടെമ്പററി കാർ പോർച്ച് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൂഫിൽ പോളി കാർബണേറ്റ് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ കിണർ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. കിണർ ഫുൾ റിങ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടുള്ള പാസേജ് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കിണറിന്റെ പകുതി ഭാഗം കോൺക്രീറ്റ് ചെയ്ത് സ്ലാബ് ഇട്ടതിന് ശേഷം ഇവിടെ ഒരു നല്ലൊരു പാസേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ ഫ്ലോറിങ്ങിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളറിലുള്ള ഫെദർ ഫിനിഷിങ്ങിലുള്ള ഗ്രാനൈറ്റും 2x4 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിലെ ഈ ഒരു ചുമര് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു യെല്ലോ കളറിലെ ടെക്സ്ചർ വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ടൊരു ഷൂ റാക്കും ക്രമീകരിച്ചിട്ടുണ്ട്. അതിന് മുകളിലും ഒരു ഗ്രാനൈറ്റ് സ്ലാബ് ഇട്ടിട്ടുണ്ട്. നല്ലൊരു സിറ്റിംഗ് അവിടെ കിട്ടും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് കാർ പോർച്ചും സിറ്റ് ഔട്ടും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡ് റെയിലും കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറ്. ഇതൊരു ഡബിൾ ഡോറാണ് കേട്ടോ. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് മരത്തിൽ ചെയ്തിട്ടുള്ളതാണെന്ന്. എന്നാൽ ഇത് മരത്തിൽ നിർമ്മിച്ചിട്ടുള്ളതല്ല. ഇതൊരു സ്റ്റീൽ ഡോറാണ്. വുഡിന്റെ പാറ്റേണുള്ള ഒരു സ്റ്റീൽ ഡോറ്. ഏകദേശം ഇതിന് 42,000 രൂപയാണ് വില വരുന്നത്. കൂടാതെ കമ്പനി ഇതിന് 7 വർഷം ഗ്യാരണ്ടിയും നൽകുന്നുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ 7 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു കോർണർ സോഫയാണ് കൊടുത്തിരിക്കുന്നത്. വിൻഡോസിനെല്ലാം ബ്ലൈൻഡ്സ് കർട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണർ സോഫയ്ക്ക് അഭിമുഖമായിട്ടാണ് ഇവിടുത്തെ TV യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. WPCയിലാണ് ഇവിടുത്തെ ഇന്റീരിയർ യൂണിറ്റ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു യൂണിറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു TV യൂണിറ്റിന് താഴെ മാത്രമായിട്ടാണ് ക്ലോസ്ഡ് കബോർഡ് കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോ ഓപ്പൺ കള്ളികളിലും ഓരോ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് ബീമാണ്. അതിന് മുകളിൽ WPC പാനൽ ചെയ്തിട്ട് ലാമിനേഷൻ ഒട്ടിച്ച് ആ ഒരു യൂണിറ്റിന്റെ ഭാഗമായിട്ട് എടുത്തിരിക്കുകയാണ്. ഈ ഒരു യൂണിറ്റിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് പൂജ യൂണിറ്റും കൊടുത്തിരിക്കുന്നത്. അതിന്റെ പുറകിലായിട്ട് CNC വർക്കാണ് കൊടുത്തിരിക്കുന്നത്. പൂജ യൂണിറ്റിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഷോ കേസും കൊടുത്തിട്ടുണ്ട്. അതേ പാറ്റേൺ തന്നെയാണ് ഷോ കേസിനും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം വെന്റിലേഷന് വേണ്ടിയിട്ട് ഒരു പർഗോള കൊടുത്തിട്ട് അതിന് മുകളിൽ ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം സൺലൈറ്റ് ലിവിംഗ് ഏരിയയിലേക്ക് കടന്നു വരുന്നുണ്ട്. സീലിങ്ങിനാണെങ്കിൽ പ്രൊഫൈൽ ലൈറ്റും ഡൗൺ ലൈറ്റ്സും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്.
ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും തമ്മിൽ ഈ ഒരു പാർട്ടീഷൻ കൊണ്ടാണ് വേർതിരിക്കുന്നത്. ഇതിനിടയിൽ ചുമരുകളില്ല, പകരം ഈ ഒരു പാർട്ടീഷനാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ കാണുന്നത് ഗോൾഡൻ കളറോട് കൂടിയ ടെക്സ്ചർ പെയിന്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത ചുമരാണ്. ഈ ഒരു ചുമരിന്റെ സൈഡിൽ CNC വർക്കോട് കൂടിയ ഒരു പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ഡൈനിങ് ഏരിയയിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ടീക്ക് വുഡിൽ നിർമ്മിച്ച 6 പേർക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് യൂണിറ്റ്. ഡൈനിങ് ടേബിളിന് മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുന്നു. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസും കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ കോമൺ വാഷ്. സാധാരണ നിലയിൽ വാഷ് കൗണ്ടറിന്റെ പുറകുവശം എല്ലായിടത്തും ടൈൽസ് ആണ് ഒട്ടിക്കാറുള്ളത്. അതിന് പകരമായിട്ട് ഇവിടെ WPC പാനലിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ ഒരു ടെക്സ്ചർ വർക്കും കൊടുത്തിട്ടുണ്ട്. മിററിന് ബാക്ക് ലൈറ്റ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് ഓപ്പൺ തട്ടുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു കൗണ്ടർ ടോപ്പ് ആയിട്ടുള്ള വാഷ് ബേസിനാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെ ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ഒരു വീടിന്റെ ഇൻവെർട്ടറും മറ്റു സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തും ചെറിയൊരു നിഷൊക്കെ കൊടുത്ത് അതിലൊരു ബുദ്ധന്റെ സ്റ്റാച്ചു ഒക്കെ വെച്ച് ഒരു സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ 2 ബെഡ്റൂമുകളും അതുപോലെ തന്നെ കിച്ചണും പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. നമുക്കിനി മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ടീക്ക് വുഡ് ഫിനിഷിംഗ് കൊടുത്തിട്ടുള്ള ക്യൂൺ സൈസിലുള്ള ഒരു കോട്ടാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡിന്റെ ഹെഡ് വരുന്ന ഭാഗത്തെ ചുമര് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ ഷെയ്ഡിലുള്ള ഒരു പെയിന്റും നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു മിററും അതിന് സൈഡിലായിട്ട് ഓപ്പൺ റാക്സും കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാർഡ്രോബ്. ഈ ഒരു വാർഡ്രോബിന് 3 ഷട്ടറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് WPCയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന് മുകളിലായിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ലാമിനേഷൻസ് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റിലെ വിശേഷം കാണാം. ടോയ്ലറ്റിന്റെ ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത് UPVC ഡോറുകളാണ് കേട്ടോ. ഇതിന്റെ ഒരു ഫിനിഷിങ്ങും ഡിസൈനും നിങ്ങൾ കണ്ടോ? അടിപൊളിയാണല്ലേ. വിൻഡോസിനെല്ലാം ബ്ലൈൻഡ്സ് ടൈപ്പിലുള്ള കർട്ടനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ തീമിലുള്ള ടൈലുകളാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. 2x4 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 60 രൂപ വിലയുള്ള ടൈലുകളാണിവ. ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നത്. വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൂടാതെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ചുമരിൽ ചെറിയൊരു നിഷൊക്കെ കൊടുത്തിട്ട് സോപ്പും ഷാമ്പും ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ കിച്ചന്റെ സ്ഥാനം. കിച്ചന് ഹാഫ് ഗ്ലാസ് ആയിട്ടുള്ള ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ കിച്ചൻ. ആരും ഒന്ന് നോക്കിപ്പോവും. അത്രയും മനോഹരമായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രീൻ കളറുള്ള ഗ്ലോസി ഫിനിഷിംഗ് ആണ് കിച്ചൺ കബോർഡുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കിച്ചനും WPCയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൺ ടോപ്പായിട്ട് ഫെദർ ഫിനിഷിങ്ങിലുള്ള ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. വാളില് വൈറ്റ് കളറിലുള്ള ടൈൽസ് ആണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് കണ്ടോ, പെട്ടെന്ന് എടുക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ഓപ്പൺ റാക്സുകൾ കൊടുത്തിട്ടുണ്ട്. മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയ പ്രൊഫൈലുകളാണ് കിച്ചൺ കബോർഡുകൾക്ക് ഹാൻഡിൽസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് യൂണിറ്റിന് താഴെ ഓപ്പൺ റാക്കിന് ഇടയിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വാം ലൈറ്റ് വരുന്നതോടുകൂടി കിച്ചന്റെ ഭംഗി ഡബിൾ ആവുകയാണ്.
ടോപ്പിലെ കബോർഡുകളിൽ ചില ഡോറുകൾ ഫ്രെയിമോട് കൂടിയ ഗ്ലാസ് ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സോളിഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹുഡ് ആൻഡ് ഹോപ്പ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന് സൈഡിലായിട്ടൊരു ടോൾ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ യൂണിറ്റ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇങ്ങനെയുള്ള യൂണിറ്റ് ചെയ്യുന്നതോടുകൂടി ലഭിക്കും. കിച്ചൻ്റെ വെന്റിലേഷൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ. അവിടെയും ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ വർക്ക് ഏരിയയുടെ സ്ഥാനം. ഗ്രേ ആൻഡ് വൈറ്റ് തീമിലുള്ള ഒരു സിങ്ക് ഉൾപ്പെടെ എൽ ഷേപ്പിലാണ് ഈ ഒരു യൂണിറ്റ് എല്ലാം ചെയ്തിരിക്കുന്നത്. മാക്സിമം സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയിട്ട് റൂഫ് ഹൈറ്റ് വരെ കബോർഡ് കൊടുത്തിരിക്കുന്നു. ബ്ലാക്ക് ഗ്രാനൈറ്റ് തന്നെയാണ് കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പ്ലേറ്റ് റാക്ക് വിത്ത് ഡ്രൈൻ യൂണിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറാണ് ഇത്. ഇതും സ്റ്റീലിന്റെ ഡോറാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ കാണാം. ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ ഫിനിഷ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ലിവിങ്ങിനോട് ചേർന്നാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത്. ഇതൊരു പാരന്റ്സ് ബെഡ്റൂം ആണ് കേട്ടോ. ഇവരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഡബിൾ കോട്ട് ബെഡാണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലെ ചുമരും ക്രീം കളറുള്ള പെയിന്റ് അടിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. WPCയിൽ ചെയ്തെടുത്ത 3 ഷട്ടറുള്ള ഒരു കബോർഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് കബോർഡുകൾ കൊടുത്തിരിക്കുന്നത്. വിൻഡോസിനെല്ലാം ബ്ലൈൻഡ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് വിത്ത് ടേബിളും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബെഡ്റൂമിന്റെ ടോയ്ലറ്റിനും UPVC ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ കണ്ട ഡിസൈനിൽ നിന്ന് വേറൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു ഡോറിന് കൊടുത്തിരിക്കുന്നത്. ബ്ലൂ ആൻഡ് വൈറ്റ് തീമിലാണ് ഈ ഒരു ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2x4 വെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സൈഡിൽ വാഷ് കൗണ്ടറും അതുപോലെ തന്നെ വാൾ മൗണ്ടഡ് ക്ലോസറ്റും കൺസീൽഡ് ഫ്ലഷ് ടാങ്കും ഒക്കെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഏകദേശം 60 രൂപ വിലയുള്ള ടൈലുകളാണ് ഇവ. ഗ്രൗണ്ട് ഫ്ലോറിൽ കാണുന്ന ഈ ഒരു ടൈലുകൾ ഉണ്ടല്ലോ, 2x4 ടൈലുകളാണ്. ഏകദേശം 42 രൂപ വില വരുന്ന ടൈലുകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം. സ്റ്റെയർ കേസിന്റെ സ്റ്റെപ്പുകൾക്ക് സാറ്റിൻ ഫിനിഷിനുള്ള ബ്ലാക്ക് ഗ്രാനൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റെയിലായിട്ട് 12mm സ്റ്റഫ് ആൻഡ് ഗ്ലാസ് വിത്ത് വുഡൻ റെയിലുകളാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഇടത് ഭാഗത്തായിട്ട് ടെക്സ്ചർ പെയിന്റ് കൊടുത്ത് മനോഹരാക്കിയിരിക്കുന്നു. സ്റ്റെയർ കേസ് കയറി ചെല്ലുന്നത് വിശാലമായിട്ടുള്ള ഫാമിലി ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെയും ഒരു കോർണർ സോഫ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു കോർണർ സോഫയാണ് ഇത്. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ചെറിയൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ തൽക്കാലം TV പ്ലേസ് ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കോർണർ ബുക്ക് ഷെൽഫും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ലാൻഡിങ്ങിനോട് ചേർന്നിട്ടും ഓപ്പൺ കട്ടിങ് വരുന്നതിൻ്റെ സൈഡിലായിട്ടും ചെറിയൊരു സ്പേസ് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്താണ് അയണിങ് സ്പേസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലെ വിശേഷങ്ങൾ കാണാം. ഇവിടെയും സ്റ്റീലിന്റെ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി. അത്യാവശ്യം സ്പേഷ്യസ് ആണ് കേട്ടോ. ഇവിടെ ബാൽക്കണിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2x4 തന്നെ 60 രൂപ വിലയുള്ള ടൈലുകളാണ് കേട്ടോ. ലിവിംഗ് റൂമിന്റെ റൂഫിൽ പർഗോള കൊടുത്ത് ഗ്ലാസ് ഇട്ടത് കാണിച്ചിരുന്നു. ആ ഒരു ഭാഗമാണ് ഇത് ഇവിടെ ബാൽക്കണിയിൽ ഫ്ലോറിൽ കാണുന്നത് കേട്ടോ. പില്ലറിൽ ക്ലാഡിംഗ് സ്റ്റോണിന്റെ പാറ്റേൺ ഉള്ള ടൈലുകളാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 12mm ഗ്ലാസ് വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റീൽ ഫ്രെയിമിൽ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ചെടികളൊക്കെ വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയാവും ഈ ഒരു ഭാഗം. പിന്നെ ഈ ഒരു സൈഡിൽ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു ബാൽക്കണി പോലെയാണ് ഈ ഒരു ഭാഗം നിൽക്കുന്നത്. ഈ ഒരു വീടിന്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തൃപ്രയാറുള്ള നിർമ്മാൺ ബിൽഡേഴ്സ് ആണ് കേട്ടോ. അവരുടെ സൂപ്പർവിഷനോട് കൂടിയാണ് ഈ ഒരു വീട് ഇത്രയും ഭംഗിയായിട്ടുള്ളതെന്ന് ഓണർ നമ്മളോട് പറയുകയുണ്ടായി. ഈ ഒരു ഏരിയയുടെ മുകളിലും ഗ്ലാസ് റൂഫാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ കാർ പോർച്ചിന്റെ റൂഫാണ് കേട്ടോ ഈ കാണുന്നത്. പോളികാർബണേറ്റ് ഷീറ്റ് വെച്ചിട്ടാണ് കാർ പോർച്ചിന്റെ റൂഫ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഉള്ളത്.
ഈ ഒരു ഫ്ലോറിൽ സ്ക്വയർ ഫീറ്റിന് 42 രൂപ മാത്രം വില വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഒരു ക്യൂൻ സൈസിലുള്ള ബെഡാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡിന്റെ ഹെഡ് വരുന്ന ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ടിൻ്റുള്ള ഒരു പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സ്റ്റഡി യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകളും ബുക്ക് റാക്കുകളൊക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും വിൻഡോസിന് ബ്ലൈൻഡ്സ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഷട്ടറുകളുള്ള WPCയിൽ ചെയ്തെടുത്താണ് ഇവിടുത്തെ കബോർഡ്. വുഡ് ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ ഈ ഒരു ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടത്തെയും ടോയ്ലറ്റിന്റെ ഡോറ് UPVC ഡോറുകളാണ്. നേരത്തെ കണ്ട ഡിസൈനുകളിൽ നിന്ന് ഈ ഒരു പാറ്റേണും വേറെയാണ്. ഗ്രേ ആൻഡ് വൈറ്റ് തീമിലാണ് കേട്ടോ ഈ ഒരു ടോയ്ലറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2x4 വെട്രിഫൈഡ് ടൈലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 60 രൂപ സ്ക്വയർ ഫീറ്റിന് വരുന്നതാണ്. ഈ ഒരു വീടിന്റെ 3 ബെഡ്റൂമിലെയും ടോയ്ലറ്റുകൾ ഒരേ സൈസാണ് ഏകദേശം. എന്നാലും 3 ടോയ്ലറ്റുകളിലും വ്യത്യസ്തമായിട്ടുള്ള ടൈൽ പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട് 5 സെന്റിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ വസ്ത്രങ്ങളൊക്കെ അലക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു യൂട്ടിലിറ്റി സ്പേസ് വേണമായിരുന്നു. അങ്ങനെ ഈ ഒരു ഓപ്പൺ ടെറസ് യൂട്ടിലിറ്റി സ്പേസ് ആക്കി കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വീടിന് മുകളിൽ ട്രസ് റൂഫ് ചെയ്തപ്പോൾ അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസും മുകളിലുണ്ട്. അവിടേക്കുള്ള സ്റ്റെയർ കേസാണ് ഈ ഒരു പണിതിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്പേസ് എല്ലാ വീട്ടിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുണ്ടാവുമല്ലോ. ചിലപ്പോൾ നമുക്കത് കളയാൻ സാധിക്കില്ല, പിന്നീട് ഉപകാരമുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്പേസ് ആയിട്ടാണ് ഈ ഒരു ഏരിയനെ ഇവർ കൺവേർട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ പെയിന്റ് ആണ് ഇവിടെ അടിച്ചിരിക്കുന്നത് കേട്ടോ. ഈ ഒരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ആക്കി എടുക്കാം. അതല്ലെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ആക്കി എടുക്കാം. അതും അല്ലെങ്കിൽ നമുക്ക് കൂട്ടുകാരൊക്കെ വന്നിരിക്കുമ്പോൾ ഒന്ന് കമ്പനി കൂടാൻ പറ്റിയ ഒരു സ്പേസ് ആക്കി എടുക്കാം. അത്രയും വലിയൊരു ഏരിയ ആണ് ട്രസ് റൂഫ് ചെയ്തോട് കൂടിയിട്ട് ഇവർക്ക് വീടിന് മുകളിൽ ലഭിച്ചിരിക്കുന്നത്. റൂഫ് പാരപ്പറ്റിനോട് ചേർന്ന് കൊടുത്തത് കൊണ്ട് തന്നെ എത്ര വലിയ മഴ പെയ്താലും ഇതിനുള്ളിലേക്ക് വെള്ളം വരികയോ ശീതനടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഈ ഒരു വീടിന്റെ വിശേഷങ്ങൾ. 5 സെന്റിൽ 1800 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഒരു വീടിന്റെ വിസ്തീർണം. 3 അറ്റാച്ച്ഡ് ബെഡ്റൂം ഉൾപ്പെടെ ഗ്രൗണ്ട് ഫ്ലോറിൽ 1200 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിൽ 600 സ്ക്വയർ ഫീറ്റുമാണ് ഉള്ളത്. സിവിൽ വർക്ക് എല്ലാം കോൺട്രാക്ട് കൊടുത്തിട്ടാണ് ചെയ്യിപ്പിച്ചത്. 1800 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് എന്ന് പറയുന്നത് 40 ലക്ഷം രൂപയാണ്. ഇന്റീരിയറിന് 6 ലക്ഷം രൂപയും ചെലവഴിച്ചിട്ടുണ്ട്. കൂടാതെ സോഫ, ബെഡ്, കോട്ട് തുടങ്ങിയ ലൂസ് ഫർണിച്ചറുകൾക്ക് 2 ലക്ഷം രൂപ വേറെയും ചെലവഴിച്ചിട്ടുണ്ട്. ഈ ഒരു വീടിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ അടിപൊളി ഹോം ടൂർ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching Plan and Travel.